ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരു മോള് അവളുടെ തലയിൽ ഡ്രൈ സ്കാൾപ്പാണ്, പിന്നെ ഡാൻഡ്രഫാണ്, ഹോം റെമഡി പറയുമോ എന്നൊക്കെ ചോദിച്ച് ഒരു മോള് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ പോസ്റ്റ് ഇടുന്നത് കേട്ടോ. ഇത് ആ കുട്ടിക്കല്ല, എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവും. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ ചെയ്യണം കേട്ടോ. റിസൾട്ട് എന്നെ അറിയിക്കുകയും വേണം. ഓക്കെ. അപ്പോൾ ഇത് ഡ്രൈ സ്കാൾപ്പിന് ഒത്തിരി കാരണങ്ങളുണ്ട് കേട്ടോ. അത് മെയിൻ കാരണം, ഒന്നാമത്തെ കാരണം പാരമ്പര്യമാണ്. പിന്നെ നമുക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ഉണ്ടാവും, പിന്നെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് വരുമ്പോൾ ഉണ്ടാവും. ഇതാണ് 3 കാരണങ്ങൾ. അടുത്ത കാരണം, നമ്മൾ റെഗുലറായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, കളറിങ്, സ്ട്രൈറ്റനിങ്, റീബോണ്ടിങ്, സ്മൂത്തിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നവരുടെയും സ്കാൾപ്പ് ഡ്രൈ ആവുകയും അതുപോലെ തന്നെ സ്കാൾപ്പിൽ സ്കിൻ ഇളകുകയും ചൊറിച്ചലും ഇറിറ്റേഷനും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവുകയും. അപ്പോൾ ഇതിലെന്താണ് നിങ്ങളുടെ പ്രശ്നം? പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് മൂലം ഉണ്ടാകും കേട്ടോ. ചില അസുഖങ്ങളും അങ്ങനെ അതുമൂലം കഴിക്കുന്ന മരുന്നുകളും അങ്ങനെയുള്ള മെഡിസിൻ എടുക്കുന്നവർക്കും അങ്ങനെയൊക്കെ വരാം. അപ്പോൾ നിങ്ങളുടെ എന്താണ് റീസൺ എന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ അത് മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിയുക. അപ്പോൾ പാരമ്പര്യം അല്ലെങ്കിൽ പിന്നെ ക്ലൈമറ്റിക് ഇഷ്യൂ ഇതൊന്നും നമുക്ക് ഒഴിയാൻ പറ്റില്ല. ബാക്കി ഇങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. അതാണ് എടുത്തു പറയുക. എപ്പോഴും നല്ല സ്കിന്ന് നല്ല മോയ്സ്ചറൈസറായിട്ടിരിക്കണം. ഇത് തന്നെ നമുക്ക് സ്കാൾപ്പിലും ചെയ്യാനുള്ളൂ. സ്കാൾപ്പ് എപ്പോഴും എണ്ണമയം ഉള്ളതും മോയ്സ്ചറൈസറായിട്ടും ഇരിക്കണം. അപ്പോൾ അത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നോ, മുടി ഡ്രൈ ആവും. നമ്മുടെ സ്കാൾപ്പ് ഡ്രൈ ആകുമ്പോൾ ഫോളിക്കിളൊക്കെ ഡ്രൈ ആവും, ഫോളിക്കിളൊക്കെ ചെറുതാവും, മുടി ഡ്രൈ ആവും, മുടിയുടെ തുമ്പ് പൊട്ടും, മുടി കൊഴിയും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ചൊറിച്ചലും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്കാൾപ്പ് എപ്പോഴും മോയ്സ്ചറൈസറായിട്ടിരിക്കുക, ക്ലീനായിട്ടിരിക്കുക. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. വിയർപ്പും പൊടിയൊന്നും അടിഞ്ഞിരിക്കാൻ പാടില്ല. എപ്പോഴും സ്കാൾപ്പ് ക്ലീനായിട്ടിരിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. പിന്നെ മോയ്സ്ചറൈസറായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും എണ്ണ കേട്ടോ, ഓയിൽ മസാജ്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ മസാജ്. അതിന് ഞാൻ ഒരു ഓയിൽ മസാജ് ചെയ്യാനായിട്ടൊരു എണ്ണ പറഞ്ഞുതരാം കേട്ടോ. അത് ഉണ്ടാക്കി വെച്ചിരുന്ന അരോമ ഓയിൽസ് വെച്ചുള്ള എണ്ണയാണ്. അതുണ്ടാക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ദിവസവും 2-3 തുള്ളി അപ്ലൈ ചെയ്താൽ മസാജ് ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ഏറ്റവും നല്ല മോയ്സ്ചറൈസർ എന്താ? വെളിച്ചെണ്ണയാണ് അല്ലേ. അതോടൊപ്പം തന്നെ ഹൊഹപ്പ് ഓയിൽ, അതുപോലെ പിന്നെ ഒലിവ് ഓയിൽ, ഇതെല്ലാം നല്ല മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് നമ്മുടെ സ്കാൾപ്പിൽ മസാജ് ചെയ്യണമെങ്കിൽ സ്കാൾപ്പ് നല്ല മോയ്സ്റ്റാവും. ഓക്കെ. അപ്പോൾ അതിലേക്ക് നമുക്ക് 50 ml നമ്മൾ ഈ എണ്ണ ഏതെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 10 തുള്ളി ഒരെണ്ണ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ, അതായത് ലാവൻഡർ എസൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ടീ ട്രീ എസൻഷ്യൽ ഓയിൽ, റോസ് എസൻഷ്യൽ ഓയിൽ, ഇത് ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ 30 തുള്ളി എടുക്കാം കേട്ടോ. ഇനി ഇത് 3 നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 10 തുള്ളി വീതം എടുക്കാം. അപ്പോൾ എന്തായാലും ഒരെണ്ണം നിങ്ങൾ വാങ്ങിയാൽ മതി, അത് നല്ല റിസൾട്ട് കിട്ടുമേ. എന്നിട്ട് എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുന്നേ എല്ലാ ദിവസവും കുളിക്കണം കേട്ടോ. അത് എന്നാലാണ് ഈ നമ്മുടെ പൊടി ഒക്കെ പോവുള്ളൂ. അല്ലെങ്കിൽ നന്നായിട്ട് ബ്രഷ് ചെയ്യണം. അപ്പം നന്നായിട്ട് ഈ എണ്ണ പിന്നെ ഒരു കുപ്പിയിൽ, അത് ചുമന്ന കുപ്പിയാണ് നല്ലത്. വെള്ള നിറത്തിലുള്ള കുപ്പിയൊക്കെ വേപ്പറൈസ് ചെയ്തു പോവാൻ ഈ എസൻഷ്യൽ ഓയിലിന് ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചുമന്ന കുപ്പി, കളർഫുള്ളായിട്ടുള്ള കുപ്പി എന്ന് പറയുന്നത്. എല്ലാവരും ചോദിക്കുക എന്താ പ്രത്യേകത എന്ന്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കുപ്പിയിലാക്കി ബ്ലെൻഡ് ചെയ്ത് അവിടെ വെച്ച് ഒരു 2 ദിവസം കഴിയുമ്പോൾ എടുത്താൽ മതി. നല്ല വാസനയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ദിവസവും 2-3 തുള്ളി എടുത്ത് സ്കാൾപ്പിൽ തേച്ച് വിടും. മുടിയിലല്ല കേട്ടോ, സ്കാൾപ്പിൽ നന്നായിട്ട് ഒരു 10 മിനിറ്റ് മസാജ് ചെയ്യുക. വേണ്ട, ഒരു 5 മിനിറ്റ് മസാജ് ചെയ്താൽ മതി. 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് നിങ്ങൾ കുളിക്കണം കേട്ടോ. എല്ലാ ദിവസവും കുളിക്കണം എന്ന് പറയുമ്പോൾ ഓവർ കുളിയല്ല, സാധാരണ നമ്മുടെ കുളി. പിന്നെ അധികം നിങ്ങൾ എണ്ണ ഉപയോഗിച്ച് എണ്ണമയം ഇഷ്ടമില്ലാത്തവർക്ക് ആഴ്ചയിൽ 2 ദിവസം എന്തെങ്കിലും ഷാമ്പു, വീര്യം കുറഞ്ഞ ഷാമ്പു കിട്ടും. പിന്നെ ഈ ടീ ട്രീ ഓയിലും ലാവൻഡർ ഓയിലും ഒക്കെ അടങ്ങിയ ഷാമ്പു നമുക്ക് മാർക്കറ്റിൽ കിട്ടുമേ. അത് പ്രത്യേകം ഓർക്കണേ. അപ്പം നമ്മൾ അങ്ങനെ വാഷ് ചെയ്യണത് എല്ലാ ദിവസവും
പിന്നെ ഓയിൽ മസാജ് ചെയ്യണം. അതാണ് ഇതിലേറ്റവും പിന്നെ നമ്മുടെ സ്കാൾപ്പ് ക്ലീൻ ആവുന്നതിനും അതുപോലെ സ്കാൾപ്പിൽ എണ്ണമയം നിലനിർത്തുന്നതിനും എല്ലാത്തിനും ഏറ്റവും നല്ലത് പിന്നെ ഓയിൽ മസാജാണ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഈ സ്കാൾപ്പ് സോറിയാസിസൊക്കെയാണ് പാരമ്പര്യമായിട്ട് നിങ്ങളിൽ വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം, അതിനുള്ള പ്രതിവിധി ചെയ്യണം കേട്ടോ. അത് ഇങ്ങനെ വെച്ചിരുന്ന് കൂടരുത്, അതാണ് ഞാനത് പറഞ്ഞത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു ധാരാളം വെള്ളം കുടിക്കണം. ടെൻഷൻ വേണ്ട, അയ്യോ എൻ്റെ തലയിലൊക്കെ പിന്നെ താരനാണല്ലോ, അങ്ങനെ ടെൻഷൻ വേണ്ട കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബ്രഷ് ചെയ്യണം മുടി. നമുക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ നല്ലോണം മുടി നല്ല ബ്രഷ് മേടിക്കണേ, നല്ല സ്മൂത്തായിട്ടുള്ള പല്ലുള്ള ബ്രഷ് മേടിച്ച് ബ്രഷ് ചെയ്യണം. അപ്പോൾ കുറേ നമ്മുടെ ഇത് പോവുകയും അതോടൊപ്പം തന്നെ സ്കാൾപ്പിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. അതിനാണ് നമ്മൾ ബ്രഷ് ചെയ്യണേ കേട്ടോ. ഇനി ഞാനൊരു പാക്ക് പറയട്ടെ. അതിന് നമുക്ക് ആവശ്യം ബനാന എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഏത്തപ്പഴമാവാം, റോബസ്റ്റ് ആവാം, പാളയംകുടം പഴമാകാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മാഷ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് 1 സ്പൂൺ തൈരും 1 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിട്ടിട്ട് സ്കാൾപ്പിലും മുടിയിലും അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ കേട്ടോ. മുടിയിലും എല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിയുമ്പോൾ ആഴ്ചയിൽ 1 ദിവസം മതി കേട്ടോ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകാം. ഇത് മുടിക്ക് മുട്ട എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നിറയെ പ്രോട്ടീനും അതുപോലെ ഫാറ്റ്, മുടിക്ക് നല്ല നറിഷ് കിട്ടും. തൈര് നല്ല സ്മൂത്ത് ആവുന്നതിനും സ്കാൾപ്പ് ക്ലിയർ ആവുന്നതിനും നല്ലതാണ്. പിന്നെ ബനാനയിൽ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും നമ്മുടെ മുടിവേരുകൾക്ക് ബലം നൽകുന്ന ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. ഈ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണണം. അപ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ ഇത് 3ഉം കൂടി ആകുമ്പോൾ നല്ലൊരു ഹെയർ പാക്കാണ്. ആഴ്ചയിൽ 1 ദിവസം ഇട്ടാൽ മതി. ഉലുവ പാക്ക് നല്ലതാണ്. ഉലുവ തലേന്ന് വെള്ളത്തിലിടണേ, ഒരു പിടിയെടുത്ത് അത് പിറ്റേന്ന് അരച്ചിട്ട് അതിലേക്ക് ഒരു 10 തുള്ളി ലെമൺ ജ്യൂസും 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സ്കാൾപ്പിലെല്ലാം അപ്ലൈ ചെയ്ത് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം. ഇതും നമ്മുടെ മുടിവേരുകൾക്ക് ബലം നൽകുന്നതിനും നറിഷാവുന്നതിനും സ്കാൾപ്പിനെ മോയ്സ്റ്റ് ചെയ്യുന്നതിനും എല്ലാത്തിനും നല്ലൊരു പാക്കാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്ത് നോക്കണം, റിസൾട്ട് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.